ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാര്യം, അതായത് ഇന്നത്തെ തലമുറ കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്നലെ തൊട്ട് എല്ലാ ന്യൂസ് ചാനലുകളിലും ആ ന്യൂസ് പരക്കുന്നുണ്ട്. അപ്പം വേറെ ഒന്നുമല്ല, ഇന്നത്തെ സമൂഹം അറിയട്ടെ. കാരണം ഇന്നത്തെ സമൂഹം നമ്മളെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും എന്ന് പറയാം, അല്ലേ? കാശുള്ളവരാണ് കൂടുതലും ആൾക്കാർ. കാരണം കാശില്ലാത്തവർ പോലും സൗന്ദര്യം വർദ്ധിക്കുമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇല്ലാത്ത കാശ് മുടക്കി ഇതിൻ്റെയൊക്കെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ശരീരത്തെ കൊഴുപ്പുകൾ നീക്കാനും ഫേസിലെ കൊഴുപ്പുകൾ നീക്കാനും കാര്യങ്ങൾ, ഫേസ് തൂങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലം, മൂക്ക്, അങ്ങനെ എന്തിൻ്റെ പ്രോബ്ലംസ് ആണ്, എല്ലാ പ്രോബ്ലംസിനും പരിഹാരമുണ്ട് ഇപ്പോൾ. അതുപോലെയുള്ള കോസ്മെറ്റിക് സർജറി ചെയ്ത് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ ഹെയർ ഫിക്സ് ചെയ്യാൻ നടക്കുന്നുണ്ട്. ആൺകുട്ടികൾക്ക് പുതിയൊരു ട്രീറ്റ്മെന്റ് വന്നിരിക്കുകയാണ്. നെറ്റികേറൽ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പുതിയൊരു ട്രീറ്റ്മെന്റ് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബേബി ഹെയർസ് തന്നെ നമ്മുടെ നെറ്റിയിൽ ഫിക്സ് ചെയ്യണം. അതൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ആ ഡോക്ടർ പറയും എത്ര ഹെയർ ആണ് ഫിക്സ് ചെയ്യേണ്ടത്, അതനുസരിച്ചായിരിക്കും അതിൻ്റെ പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടത്. അതുപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു അനസ്തീഷ്യ ചെയ്തതിന് ശേഷമാണ് അത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പം തന്നെ നമ്മൾ ഊഹിക്കണം ഇതൊരു ചെറിയൊരു സർജറി പോലെ തന്നെയാണ്. അപ്പം അതിന് നമ്മൾ കൊടുക്കേണ്ട കെയറും കാര്യങ്ങളും കൊടുത്തിരിക്കണം. ഇപ്പം ഇത് എന്താ പ്രശ്നമായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം അതിനിറങ്ങി പുറപ്പെടാൻ തീരുമാനിക്കും. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ സേഫ് ആണോ എന്നാണ്, പക്ഷെ സേഫ് അല്ല. അപ്പം ഈ ഇന്നലെ തൊട്ട് ഒരാളുടെ വീഡിയോ ആണ്. ഒരു യുവാവ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പണി കിട്ടിയെന്നല്ല പറയേണ്ടത്, ഒരുപാട് വേദനകൾ സഹിച്ച ഒരാളുടെ തുറന്നു പറച്ചിലാണ് ഇപ്പം ഇന്നലെ തൊട്ട് ന്യൂസ് ചാനലുകളിലെല്ലാം ന്യൂസായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിന്റെ ബാക്കി പറയാം. ഇനി ഈ അവസ്ഥ ആർക്കും വരരുതെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഇപ്പോഴത്തെ യൂത്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റയൊക്കെ നോക്കിയിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുക. ചെയ്തോട്ടെ, അവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയാനില്ല. എനിക്ക് പറ്റിയ പോലത്തെ ഒരു അബദ്ധം ഡോക്ടർ പറഞ്ഞത് തന്നെ കിട്ടില്ല എന്നാ. കാരണം മരിച്ചു പോകുമെന്ന് പറയുന്ന ഒരാളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നിട്ട്. എനിക്ക് വന്നിരിക്കുന്ന ഇൻഫെക്ഷൻ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഹ്യൂമൻ ഫ്ലഷ് തിന്നുന്ന ബാക്ടീരിയ ആയിരുന്നു. വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, ഇതൊന്നും സേഫ് ആയിട്ടുള്ള കാര്യമല്ല. എല്ലാ സർജറി ആണെങ്കിലും എന്ത് സർജറി ആണെങ്കിലും അതിൽ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ അത് സക്സസ് ആവണമെന്നില്ല. അപ്പം പുള്ളിക്കാരന് അത് സക്സസ് ആയിട്ടില്ല. അപ്പം പുള്ളിക്കാരൻ അനുഭവിച്ചിരിക്കുന്ന വേദന മുഴുവൻ പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് ഹെയർ ഫിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ പെട്ടെന്നൊരു സിവിയർ പെയിൻ ഉണ്ടായി എന്ന, ഒരു ഹെഡേക്ക് പോലും വരാത്ത ആളാണ് ഒരു സിവിയർ പെയിൻ ഉണ്ടായപ്പോൾ വാട്സപ്പിലെ ഡോക്ടറുടെ കോണ്ടാക്റ്റുമായിട്ട് സംസാരിക്കുകയുണ്ടായി എന്ന് പറയുന്നു. അപ്പം മെയിനായിട്ട് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പുള്ളി ഫേസ്ബുക്ക് വഴിയാണ് ഇങ്ങനൊരു ക്ലിനിക്കിന്റെ വീഡിയോസും കാര്യങ്ങളും കാണുന്നതും അവരെ വിളിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ക്ലിനിക്കോ കാര്യങ്ങളോ കണ്ടിട്ട് ഇതുപോലെ ചെറിയൊരു സർജറി പോലെ തന്നെയാണ് ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടാതിരിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനും ഉപരി പുള്ളി ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളിയുടെ ആഗ്രഹം കൊണ്ടായിരിക്കാം, ശരി, സമ്മതിച്ചു. പക്ഷേ പുള്ളിയാണെങ്കിൽ വാട്സപ്പ് വഴിയാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതും. വാട്സപ്പ് വഴി വീഡിയോ കോൾ വഴി പുള്ളിയുടെ ഹെഡ് കാണിച്ചു കൊടുത്തപ്പോഴാണ് 36,000 സംതിങ് ബേബി ഹെയർ ഫിക്സ് ചെയ്യണമെന്ന് പുള്ളിക്കാരൻ. അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു പേഷ്യന്റിനെ നേരിട്ട് കാണാതെ ഒരു ഡോക്ടർ എങ്ങനെയാണ് പരിശോധിക്കുന്നത്? അതിലൊക്കെ തന്നെ സത്യം പറഞ്ഞ കള്ളത്തരം ഉണ്ടെന്ന് തന്നെ പറയാം. മൊത്തത്തിൽ കള്ളത്തരം ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള എടുത്തുചാട്ടങ്ങൾ കാണിക്കാതിരിക്കുക. എന്ത് കാര്യമാണെങ്കിലും നേരിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം, അല്ലാതെ ഈ വാട്സപ്പ് വഴി അതൊക്കെ എന്തർത്ഥമാണ്? പിന്നീട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് വഴി നമുക്കിപ്പം കോണ്ടാക്ട് ചെയ്ത് പിന്നീട് ഒരു പ്രശ്നം ഒന്നും പരിഹരിക്കാൻ പറ്റില്ല. കണ്ടോ, കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ ഒരു സിവിയർ പെയിൻ അനുഭവിക്കുന്നത്, സഹിക്കാൻ പറ്റുന്നതിലപ്പുറം പെയിൻ ആയിരുന്നു എന്നുള്ളത്. അതിനുശേഷം പുള്ളി ആദ്യമേ 8 സർജറികൾ ചെയ്തു. അതിനുശേഷം 5 സർജറികൾ, മൊത്തം ഇപ്പോൾ 13 സർജറികൾ പുള്ളി ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തും വേണ്ടി വേദന സഹിച്ചെന്ന്. ഇപ്പം ഞാനിത് സംസാരിക്കുമ്പോൾ ആൾക്കാർ പറയുമായിരിക്കും അവരുടെ കാശിനല്ലേ അവർ ചെയ്യുന്നത്. ശരിയാണ്, പക്ഷെ അവരുടെ ബോഡിയിൽ കൂടിയാണ് ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ ഓർക്കണം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹെഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പൊ അതിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ
നോക്കുക തന്നെ, അത്ര കെയർ ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പുള്ളിക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡി കവർന്ന് നിന്ന ഫ്ലഷ് എന്നൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അത് പുള്ളിയുടെ തലയുടെ 2 ലെയറും കാർന്ന് തിന്നിരിക്കുകയാണ്. അറിയാം. അപ്പം ആ അവസ്ഥ ഒന്ന് ആലോചിച്ച്. അപ്പം പുള്ളി തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, എന്നെ ഒരു സർജറിക്ക് ചെല്ലുന്നതിന് മുന്നേ എന്നെ ഫുള്ളായിട്ടൊന്ന് കുളിച്ചിട്ട് വരാൻ പറയുന്ന സമയത്ത് കണ്ണാടിയിൽ പുള്ളിയുടെ ഹെഡ് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി തീർന്നു എന്ന് വിചാരിച്ചു എന്ന്. കാരണം മരിച്ചു പോകുന്ന ഡോക്ടറും പറഞ്ഞു ആ ഹെഡ് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ കുഴി പോലെ കണ്ട 2 ലെയർ കാർന്ന് തിന്നിരിക്കുകയാണ്. ഇൻസെറ്റ് ഡെർമ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് ആണ് ഇത്. അപ്പൊ ഇനി ആരെങ്കിലും അവിടെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ കഴിവതും ഇങ്ങനെ ഒരു പ്രശ്നം നിൽക്കുക, ഇനി ആരും അവിടെ പോയി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതിരിക്കുക. അവിടുത്തെ ആൾക്കാർ ഇതിനെതിരെ ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോയും കൂടെ ഒന്ന്. ആള് സർജറി കഴിഞ്ഞ് ഫുഡ് കുറച്ച് കൺട്രോൾ ആയിരുന്നില്ല. പിന്നെ നമ്മൾ കൊടുത്ത മെഡിസിൻസ് എങ്ങനെ ആള് കഴിച്ചു അതൊന്നും നമുക്ക് അറിയില്ല. ഷുഗർ ആയിട്ടാണ് ആള് പോയിട്ട് ലൂർദിൽ അഡ്മിറ്റ് ആയത്, അല്ലാതെ ഇൻഫെക്ഷൻ ആയിട്ടല്ല. നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ആളുടെ ഫുഡ് നമുക്ക് വീട്ടിൽ പോയിട്ട് എടുത്തു കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മള് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് പുള്ളിക്കാരന് ഷുഗർ ഉണ്ട്. അത് ആള് എന്താ പറയാ, നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ആള് ഫോൺ എടുക്കില്ല. നമ്മൾ മാക്സിമം ആൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ആ ക്ലിനിക്കുകാർ ന്യൂസ് ചാനലിന് കൊടുത്ത ഒരു എന്താണ് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. പുള്ളിക്കാരന് ഷുഗർ ഉള്ള പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഷുഗർ ആഫ്റ്റർ ഈ സർജറി ചെയ്തതിന് ശേഷം, അതായത് ഹെയർ ഫിക്സ് ചെയ്തതിന് ശേഷം ഷുഗർ കൺട്രോൾ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ ഷുഗർ കൺട്രോൾ ചെയ്തില്ല, വീട്ടിൽ പോയി കഴിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അവർ എക്സ്പ്ലനേഷൻ പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. എന്തായാലും ഈ കാര്യം കേട്ടത് കൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്. അതായത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസും, അതായത് ഷുഗർ ഉള്ളവരും ഇതുപോലെയുള്ള സർജറി ചെയ്യുമ്പോൾ കഴിവതും സൂക്ഷിക്കണം. കാരണം ഷുഗർ ഉള്ളവർക്ക് ബോഡിയിൽ എന്തെങ്കിലും മുറിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഉണങ്ങാനും ആഫ്റ്റർ ആയിട്ടുള്ള വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഇതുപോലെ ഷുഗർ ഉള്ള ആൾക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർത്തും എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ തിരക്കിയതിന് ശേഷം മാത്രം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത് തന്നെ, നിങ്ങൾ ഇനിയെങ്കിലും ബോധേഡായിട്ടിരിക്കണം. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കണ്ടിട്ട് നിങ്ങൾ നേരെ ആ ക്ലിനിക്ക് സന്ദർശിച്ചിട്ട് ഉടനെ നമുക്ക് ചെയ്തേക്കാം, അല്ലെ വാട്സപ്പ് വഴി കൺസൾട്ടേഷൻ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ ഉടനെ ഇതുപോലെയുള്ള ചെറിയ സർജറികളിൽ പോലും നിങ്ങൾ ചെന്ന് ചാടാതിരിക്കുക. ഏതെങ്കിലും ഒരു ക്ലിനിക്ക് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം, നേരത്തെ ചെയ്തവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസും കാര്യങ്ങളും എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം സത്യമാണോ, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, എല്ലാം ചെക്ക് ചെയ്ത് ഒന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം. നിങ്ങൾക്ക് അത്രയ്ക്കും അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്. അത്രയ്ക്കും അത്യാവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അതുപോലെ തിരക്കി ബോധേഡായതിനു ശേഷം മാത്രം കൊണ്ടുപോയി തലവെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥ നമുക്ക് ആ യുവാവിൻ്റെ കാര്യം നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെ വേദനയാണ് പുള്ളി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഓപ്പറേഷൻ വേണ്ടി വരുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഇപ്പം നമുക്ക് എന്ത് ചെറിയ സർജറികളാണ് ചെയ്തതിന് ശേഷം ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പണി കിട്ടിയെന്ന് ഓർത്താൽ മതി. പുള്ളിയുടെ കണ്ട തലയിൽ തന്നെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി കാലിൽ നിന്നാണ് 3 സ്ഥലത്തു നിന്നാണ് സ്കിന്ന് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനിയും സ്കിന്ന് ആവശ്യമായി വരുമെന്നാണ് പറയുന്നത്. അപ്പം അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. പുള്ളി മരിച്ചു എന്ന് കരുതിയ ഒരു വ്യക്തിയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. ഒരു നെറ്റി കയറിയ പ്രശ്നം പരിഹരിക്കാൻ പോയതാണെന്ന് നിങ്ങൾ ഓർത്തോണം കേട്ടോ. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ ഈ കാര്യത്തിൽ ബോധേഡായിരിക്കണം. അതുപോലെ തന്നെ എനിക്ക് വേറൊരു വീഡിയോസ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഒരു കോസ്മെറ്റിക് സർജറി ചെയ്ത, അതായത് ഇരട്ട കുട്ടികൾ ഉണ്ടായതിനു ശേഷം വയറ് തൂങ്ങിയെന്ന് പറഞ്ഞ ഒരു കോസ്മെറ്റിക് സർജറി ചെയ്ത ഒരു യുവതിക്ക് നഷ്ടപ്പെട്ട ഒരു കഥയും കൂടെയുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോയും കൂടെ ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതുകൂടെ കണ്ടിട്ട് നമ്മൾക്ക് ബാക്കി സംസാരിക്കാം. 3 ലക്ഷം രൂപ ചെലവിട്ട ഫെബ്രുവരി 22-നാണ് നീതു ശസ്ത്രക്രിയ നടത്തിയത്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ നീതുവിന്റെ ആരോഗ്യനില വഷളായി. അണുബാധയെ തുടർന്ന് 21 ദിവസം വെന്റിലേറ്റർ സഹായത്തിൽ ചികിത്സയിലായിരുന്നു. നീതുവിന്റെ കൈകാലുകളിലെ വിരലുകളിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയും ചെയ്തു. ഇന്നലെയാണ് നീതുവിന്റെ ഇടതുകൈയിലെ 5ഉം ഇടതുകാലിലെ 4 വിരലുകൾ നീക്കിയത്. അപ്പം ഈ കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തി ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇത് കാരണം ഒരു കോസ്മെറ്റിക് സർജറി തന്നെയാണ് പുള്ളിക്കാരത്തി. അപ്പം അങ്ങനെയുള്ളൊരു വയറ് കൂടിയ പ്രശ്നം അല്ലെ വണ്ണം കൂടിയ പ്രശ്നംസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ജിം ട്രെയിനറെ കണ്ടിട്ട് അതിനുവേണ്ടിയുള്ള ട്രെയിൻ ചെയ്യുക, ബോഡി ട്രെയിൻ ചെയ്യുക, ആവശ്യമുള്ള ബോഡി എക്സസൈസും കാര്യങ്ങളും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് ഡയറ്റ് ചെയ്ത് ബോഡി എക്സസൈസും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കുറയ്ക്ക് നമ്മുടെ ബോഡി ഫിറ്റ് ആക്കാനുള്ളതേ ഉള്ളൂ. അത് ഓടിപ്പോയി ഇതുപോലുള്ള സർജറികൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു നെറ്റി കയറിയതൊക്കെ ഒരു
ചെറിയ പ്രശ്നമാണ്, അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ അതുപോലെ നല്ല ക്ലിനിക്കുകൾ തിരഞ്ഞെടുക്കുക, അതുപോലുള്ളിടത്ത് മാത്രം പോയി ചെയ്യുക. ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉള്ളത് നേരിട്ട് കൺസൾട്ട് ചെയ്ത് തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം മാത്രം, അതും ബാക്കിയുള്ള നേരത്തെയുള്ളവർ ചെയ്തവരുടെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രം ഒരു ക്ലിനിക്ക് തിരഞ്ഞെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ പോയി ചാടാതിരിക്കുക. പുള്ളിക്കാരൻ്റെ അവസ്ഥ നിങ്ങൾ വീഡിയോയിലൂടെ തന്നെ കണ്ടല്ല, നമ്മൾ കള്ളം പറയുന്നല്ല, വീഡിയോയിലൂടെ തന്നെ കണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ ഇനിയെങ്കിലും പോയി ചാടാതിരിക്കുക. നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ അല്ലാതുള്ള നമ്മുടെ ബോഡി പാർട്സ് കുറയ്ക്കാനാണെങ്കിൽ അല്ലാതുള്ള ജിം ട്രെയിനറിൻ്റെ അടുത്ത് പോവുക. അതുപോലെ തന്നെ ഹെയർ ഫിക്സ് ചെയ്യുന്നതൊക്കെ അതൊക്കെ അത്യാവശ്യമുള്ളവർ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇച്ചിരി നെറ്റി കയറിയതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു നെറ്റി കയറിയ പ്രശ്നം പരിഹരിക്കാൻ പോയിട്ട് പുള്ളി അനുഭവിച്ച വേദന, സിവിയർ പെയിൻ എന്താണെന്ന് പുള്ളിക്ക് മാത്രമേ പറയാം. അത് എത്രയൊക്കെ നമുക്ക് പറഞ്ഞു തന്നാലും മനസ്സിലാകത്തില്ല നമുക്ക്. അതുപോലെ പുള്ളി വേദന അനുഭവിച്ചു. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പോയി ചാടാതിരിക്കുക. അപ്പം എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കുറച്ച്